അപ്പോൾ ചമ്മാരെ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഫിഷ് ഈറ്റർ IO. IO അല്ല IO. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മീനിൻ്റെ പേരാണ് മെഗാലഡോൺ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നു, ഇവിടെ ഒരുപാട് ഫിഷിൻ്റെ എൻ്റെ ഉണ്ട്. അതായത് ഇത് ഫിൻ ഷാർക്ക്, ഇത് വേറെ മീൻ, ഇത് സാൽമണ്, വേറെ മീൻ മോളെ. പിന്നെ ഇതാണ് നമ്മുടെ മെഗാലഡോൺ കിങ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ലെജൻഡറി ഫിഷായിട്ട് തരുന്ന ഇതുണ്ട്, ഇതാ F005 റോബോട്ട്. അപ്പോൾ ഞാനിത് പക്ഷേ എടുക്കുന്നില്ല, പക്ഷേ ഇതിന് അത്രയും പവർ ഇല്ല. നമ്മുടെ മെഗാലോഡോൺ എന്നൊക്കെ പറഞ്ഞാൽ പവർ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മെഗാലോഡോൺ എടുത്ത് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ചു തരാം എങ്ങനെ കളിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ കളിക്കണം, ഓക്കെ. എന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ ചെറിയ മീനുകളൊക്കെ ഇങ്ങനെ കാണും. പെട്ടെന്ന് ഇവിടുന്ന് കണ്ടുപിടിച്ചാലേ കളിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കളിയൊക്കെ വേസ്റ്റ് ആവും. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഒരു പ്ലെയർ പോയി, ആ പ്ലെയർ നല്ല ലെവലുള്ളതായിരുന്നു. എൻ്റെ ഭഗവാനെ, ഞാനേതോ ലേറ്റ് ആയിപ്പോൾ എനിക്കൊരു ഫിഷ് പോലും കിട്ടിയില്ല. നാശമായി. ഞാനാണ് ഇപ്പോൾ കാഴ്ച ഏറ്റവും ചെറുത് ഇവിടെ. എനിക്ക് ഒരു ഫിഷ് പോലും കിട്ടിയില്ല. ദേണ്ട് എനിക്കൊരു ഫിഷ് പോലും കിട്ടിയില്ല ഗായ്സ്. ഒരു നീരാളി ഗായ്സ്, ഞാൻ ഒരുത്തിനെ കൊന്നിരിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നു ഞാൻ അതിനെ കൊന്നു. അപ്പോൾ ഞാനിപ്പോൾ ലെവലപ്പ് ആയിട്ടുണ്ട്. സ്ക്വിഡ്. ഈ സ്ക്വിഡുള്ള ഗെയിം ഭയങ്കര ഡേഞ്ചറാണ്. ഈ സ്ക്വിഡ് ഹാക്കറൊന്നുമല്ല. ആ സ്ക്വിഡ് ഇതാണ് സ്ക്വിഡ്. ആ സ്ക്വിഡുള്ള കളി നമ്മൾ കളിച്ചിരുന്ന സ്ക്വിഡ് ഭയങ്കര സീനാണ്. അപ്പം ഇപ്പം ഒരു ബാറ്റ് നമ്മൾ തോറ്റ് പോയാൽ നമുക്ക് എനിക്ക് സ്കില്ലില്ലാത്തതുകൊണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ ഇതുകൊണ്ടുള്ളൂ, ഇത് സ്പോൺസേർഡാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പം സ്പോൺസേർഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ ബാറ്റിൽ ചെയ്യാൻ പോവാണ്, പിന്നെയും ബാറ്റ് ചെയ്യാൻ പോകണം. ഞാൻ അമേരിക്ക എന്നല്ല, ഇന്ത്യ എന്നാണ്. പക്ഷേ ഇവിടെ കിടക്കുന്ന അമേരിക്ക എന്നാണ്. ചേഞ്ച് ചെയ്യണം. ഓക്കെ, എൻ്റെ മണ്ടയ്ക്ക് നല്ല മീനുകളുണ്ട്. ഞാൻ നേരെ മണ്ടയ്ക്കോട്ട് പുറക്കോ. ലെവലപ്പായി. ഇനി ഈ പ്ലെയറിനെ പിടിക്കണം. ഇവനെ പിടിക്കണം. നമ്മളിങ്ങനെ കടിക്കണം. എന്നിട്ട് ഈ പ്ലെയറിനെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വേറെ പ്ലെയറൊക്കെ പിടിക്കാൻ പോകണം. ഇവിടെ താഴെ ഒരു പ്ലെയറില്ല. ഈ പ്ലെയറിനെ പിടിക്കണം. ഈ പ്ലെയറെ കടിച്ചാൽ മതി. ഡബിൾ കില്ല് കിട്ടി. ഇനി ആരുടെ വളരെ അതുണ്ട്. എന്നാ വാണേ, ഓരോരുത്തനെ കൂടെ കില്ലടാ വരുമോ? അയ്യോ മച്ചാൻ, ഇതൊരു മെഗാലോഡോൺ ഷാർക്കാണല്ലോ. ഓ മോനെ സീന്. ഇപ്പോൾ നമുക്ക് നല്ല പ്രേ കിട്ടിയാൽ ഇങ്ങനെ പ്രേ കഴിച്ചോണ്ടിരിക്കണം. പ്രേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെവൽ 5 മണ്ടയ്ക്കും നമ്മുടെ യെല്ലോ മച്ചാൻ. അപ്പോൾ നോ മച്ചാനെ, യെല്ലോ ഷാർക്കായി. നോ. പക്ഷെ ഞാനാണ് നമ്മുടെ വിചാരം പാൻഡാക്കിൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രേ തപ്പി പോകണം. ഇവിടെ ഇച്ചിരി ഡയമണ്ട് ഫിഷ്. ഞാനെന്നെ പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡാണ് ഗൈസ്. സ്കൂട്ട് ചേർത്ത് ഇങ്ങനെ വേണം. സ്കൂട്ട് ഇങ്ങനെ വെറുതെ ചെന്ന് ചാകണ്ട. ചത്തുപോയേനെ ഗൈസ്. സത്യമായിരുന്നു ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ആ റെഡ് ഉണ്ട്, അവനും കൂടെ ഒന്ന് കൊന്നു കഴിഞ്ഞാൽ മതി, കളി ചെയ്യും. ഈ സ്കുഡ് എന്ന് കൊന്നോ. അഥവാ ഇപ്പം ആ സ്കുഡ് എല്ലാം സീനായിക്കോ. നമുക്ക് ജയിക്കേണ്ടതാണ്. നമ്മൾ ക്രോക്കഡൈലായി ഗൈസ്. നമ്മൾ ജയിച്ചിരിക്കുന്നു. നമ്മൾ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത് ഗെയിമിൻ്റെ പേരാണ് ഫിഷ് ഈറ്റർ IO. അപ്പോൾ നിങ്ങൾക്ക് ലെവൽ 1 നിങ്ങൾക്ക് പിരാന എന്നും പറഞ്ഞ് മീൻ. 1 മിനിറ്റ് ബ്രോ. അപ്പം ശല്യം തീർന്നതിൻ്റെ ഓക്കെ. അപ്പം ഗൈസ്, ആരാണ് വിളിക്കുന്നുണ്ട്? കുഴപ്പമില്ല സാർ ബോയ്സ്, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം ബാക്കി നിങ്ങൾക്ക് ഈ പിരാന എന്ന് പറഞ്ഞ മീനെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മീനാണ് ഈ ഫ്ലയർ ഫിഷ്. പിന്നെ പിന്നെ ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ പച്ച മീൻ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് സാൽമൺ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേക്ക് കറുത്ത മീൻ. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളപ്പലുള്ള മീൻ. പിന്നെ ഒരു ഷാർക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞൊരു മഞ്ഞ വാ തുറന്നു വെച്ച മീൻ. പിന്നെ ഒരു പിരാനയുടെ വലിയ സൈസുള്ള മീൻ. പിന്നെ മോളെ പിന്നെ മെഗാലോഡോൺ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത് കളിക്കുന്നതിൻ്റെ പേരാണ് മെഗാലോഡോൺ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കളിക്കേണ്ടത്. ഫിക്ഷനിസ്റ്റ് ഫുള്ളാണ്. ഞാൻ ഇതിനും കൂടെ അറിയാം. അല്ല പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഈ ഗെയിം കളിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടു കാണും എങ്ങനെയാണ് ഞാനിപ്പോൾ കളിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഐ ആം സൈനിങ് ഔട്ട്. നിങ്ങൾ ഗെയിം കയറ്റി കളിക്കണം. വളരെ നല്ല ഗെയിമാണ്. അപ്പോൾ ടാറ്റാ ആൻഡ് ഗുഡ് ബൈ ഗൈസ്.